ഇന്ത്യ അടക്കം 86 രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ചുമത്തിയ പകര തീരുവ അല്പസമയത്തിനകം നിലവിൽ വരികയാണ്. ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% വരെയാണ് തീരുവ. 9:30 മുതൽ തീരുവ നിലവിൽ വരും. ഇതിനിടെ അമേരിക്കൻ ഓഹരി വിപണി വീണ്ടും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. ഡോക്ടർ സജിമോൻ, അമേരിക്കയെ സംബന്ധിച്ച് ഒന്നുകിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അല്ലെങ്കിൽ അത് ഭാവിയിൽ ട്രംപിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ പകര തീരുവ നിലവിൽ വരുന്നതിന് എങ്ങനെയാണ് അമേരിക്കൻ ജനത കാണുന്നത്? എന്താണ് ഇങ്ങനൊരു വലിയൊരു മുദ്രാവാക്യം അല്ലെ വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് ഇത് വളരാനായിട്ടുള്ള കാരണവും അമേരിക്കൻ വിപണി മാത്രമല്ല, ലോകമാകമാനമുള്ള ഓഹരി വിപണികൾ ഇപ്പൊ റാറ്റിലായിരിക്കുവാണ്. അത് നമ്മൾക്ക് കാണാൻ കഴിയും. അത് അമേരിക്കൻ എങ്ങനെ 5%, 10% അമേരിക്കൻ ഓഹരി വില ഓരോ ദിവസവും ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും ആ പ്രതിഭാസം കാണാം, ചൈനയിലും കാണാം, യൂറോപ്യൻ മാർക്കറ്റിലും കാണാം, ഓസ്ട്രേലിയൻ മാർക്കറ്റിലും കാണാം എന്നുള്ള കാര്യവും നമുക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇവിടെയുള്ള ഒരു സംസാരം അല്ലെ ഒരു ടോക്ക് എന്ന് പറയുന്നത്, അമേരിക്ക എപ്പോഴും അമേരിക്കയെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു സഖ്യരാഷ്ട്രങ്ങൾ. അതായത് അന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിന്റെ ലോണിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ അമേരിക്കയെ യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ടാരിഫ് എന്നാണ് പറയുന്നത്. കാരണം ഒരു പരിധി വരെ ശരിയാണ്. കാരണം അമേരിക്കയുടെ ആവറേജ് ടാരിഫ് 2.8% ആണ് എങ്കിൽ സഖ്യകക്ഷികൾ 20%, അതോടൊപ്പം ഇന്ത്യ പോലുള്ള സുഹൃത്ത് രാജ്യങ്ങൾ 50 മുതൽ 75% വരെ ടാരിഫ് എടുക്കുന്ന അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ലെയറിൽ ഏപ്രിൽ 1 അല്ലെങ്കിൽ ഏപ്രിൽ 2 തൊട്ട് 3 ലെയറിൽ ഇത് പോകണം എന്നുള്ളതായിരുന്നു. ബേസ് ടാരിഫ് ഏപ്രിൽ 2 തുടങ്ങി. അതിനുശേഷം പ്രിഫറൻഷ്യൽ റേറ്റിൽ 10% എന്നുള്ള ടാരിഫ് ഉയർത്തി. ഇന്ന് മുതൽ 25%, അതിനു മുമ്പ് ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ചെയ്തിരുന്നു. ഇന്നു മുതൽ ഉള്ള ടാരിഫ് എന്ന് പറയുന്നത് 67%. ചൈന ഇങ്ങോട്ട് ടാരിഫ് ഉണ്ടായിരുന്നെങ്കിൽ 34%, പിന്നെ 20%, 54% കിടക്കുകയായിരുന്നു. അതിനുശേഷം റിട്ടാലിയേറ്റ് ടാരിഫ് എന്നുള്ള രീതിയിൽ ഇന്ന് രാത്രി മുതൽ 104% ടാരിഫ്, മീൻസ് 54-നോടൊപ്പം അഡീഷണൽ 50 കൊണ്ട് ചേർത്ത് 104-ലേക്ക് പോവുകയാണ്. അതോടൊപ്പം ഇന്ത്യ ഇങ്ങോട്ടേക്കുള്ളത് 52% ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് 26-ലേക്ക് പോകുന്നു. ജപ്പാന് 46 ആയിരുന്നു അമേരിക്കയിലേക്ക് ഉണ്ടായിരുന്നത്, എങ്കിൽ അത് 24-ലേക്ക് പോകുന്നു. വിയറ്റ്നാം 90%, അത് 46%, അങ്ങനെയൊക്കെ പോകുന്നു. ഇതിനൊക്കെ ബേസ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കന്റെ ഫെഡറൽ ബഡ്ജറ്റിനകത്ത് 914 ബില്യൺ ഡെഫിസിറ്റ് ആണ് ഓരോ വർഷവും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കാരണം. അപ്പൊ അതിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ഇക്കണോമിക് ഉന്നം എന്ന് പറയുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, 1/2 മണിക്കൂറിനകം നമ്മൾ ഏറെ നാളുകളായി ചർച്ച ചെയ്യുന്ന തീരുവ നിലവിൽ വരികയാണ്. ചൈന ആ വെല്ലുവിളികൾക്കൊക്കെ അപ്പുറത്തേക്ക് 104% തീരുവ ചൈനയ്ക്ക് വരുന്നു, നമുക്ക് 26% വരുന്നു. ഒരു പക്ഷേ വിപണികളിലൊക്കെ കാണുന്ന ഈ പ്രതിഫലനം ഇത് താൽക്കാലികമാണോ? താങ്കളെ പോലെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? വിപണികൾ പരിഭ്രാന്തിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഈ വ്യാപാര യുദ്ധം കൊണ്ടുണ്ടാവുക. നിലവിൽ ഏറ്റവും അധികം യുദ്ധകലുഷിതമായി നിൽക്കുന്നത് അമേരിക്കയുടെ തന്നെ ആഭ്യന്തര മാർക്കറ്റാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നതിനേക്കാൾ വലിയ ഭാരമാണ് അമേരിക്കയുടെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെയാണ് അമേരിക്കയുടെ ഒരു വ്യവസ്ഥ, അമേരിക്കയുടെ ഒരു സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഈ ടാരിഫുകളോട് പ്രതികരിക്കുന്നത് എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് മാത്രമാണ് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ അമേരിക്കൻ ജനതയുടെ ഒരു പ്രതികരണ ശേഷി തീർച്ചയായും ട്രംപിനെ തിരുത്താൻ, അല്ലെങ്കിൽ സെനറ്റർമാർ വിചാരിച്ചാൽ ഒരു പരിധിവരെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ട്രംപിന്റെ ഒരു ഏകാധിപത്യ ഒരു മനോഭാവമാണ് കാണുന്നത്. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അദ്ദേഹം അടിച്ചേൽപ്പിക്കുന്ന ടാരിഫുകൾ നിലവിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ്. കാരണം അതിനോടൊപ്പം തന്നെ പാർലമെന്റ് നിൽക്കും, പൂർണ്ണമായ സഹകരണം കിട്ടും, ജനങ്ങളൊപ്പമുണ്ട് എന്നൊരു ധാരണ. അത് മിഥ്യാധാരണയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിന് ഇത് പുനഃപരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത്, ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ കർശനമായ ടാരിഫ് വ്യവസ്ഥകൾ പറഞ്ഞു വയ്ക്കുക. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഇപ്പോൾ അമേരിക്കയിൽ രാത്രിയാണ്, അമേരിക്കയിൽ നേരം വെളുത്താൽ ഉടൻ തന്നെ ഈ ടാരിഫുകൾ നിലവിൽ വരികയാണ്. ചൈനയ്ക്കെതിരെ 104% ടാരിഫ് നിലവിൽ വരികയാണ്. ചൈനീസ് ഇമ്പോർട്ട്സ് മോർ എക്സ്പെൻസീവ്, മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ ഏർലിയർ. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ഏതാണ്ട് 1 ട്രില്യൺ ട്രേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഈ 1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആകപ്പാടെ എല്ലാ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുണ്ട്. കൃത്യമായി പറഞ്ഞാൽ
$914 ബില്യൺ വ്യാപാര കമ്പി അമേരിക്കയ്ക്കുണ്ട്. ഇത് ഒറ്റയടിക്ക് ബ്രിഡ്ജ് ചെയ്യാം എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷയെങ്കിൽ ആ പ്രതീക്ഷ ഒരുപക്ഷെ അസ്ഥാനത്തായിരിക്കും. ചൈനയുമായുള്ള 295 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരാനാണ് ട്രംപിന്റെ ആദ്യ ശ്രമം. ഒട്ടും വഴങ്ങുന്ന ഒരു നിലപാടല്ല ചൈന ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചൈന 34% ടാരിഫുമായി ചൈന തിരിച്ചടിക്കുന്നു. അതിനുള്ള പ്രതികാര നടപടി എന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന ആദ്യം പ്രഖ്യാപിച്ച 20, പിന്നീട് പ്രഖ്യാപിച്ച ബ്ലാങ്കറ്റ് ടാരിഫ് 34%, അങ്ങനെ 54. അതോടൊപ്പം ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ അവസാനം 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച 50% കൂടെ ചേർത്ത് 104% തീരുവയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായിട്ടുള്ളത്. ഇങ്ങനെ അധികം കാലം മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ ഇമ്പോർട്ട്സ് ആർ ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഹിറ്റ്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ഒന്നുകിൽ ഭാഗികമായി നിലയ്ക്കും, അല്ലെങ്കിൽ അത് വളരെ എക്സ്പെൻസീവായി മാറും. ഇതിന്റെ എല്ലാം തിക്തഫലം അനുഭവിക്കേണ്ടത് അമേരിക്കൻ ജനത തന്നെയാണ്. അതുകൊണ്ട് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വളരെ എക്സ്പെൻസീവ് ആകുമ്പോൾ അമേരിക്കൻ ജനത തന്നെ തെരുവിലിറങ്ങും. ഓൾറെഡി അവർ തെരുവിലിറങ്ങിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അത് കൂടുതലും വ്യാപകമാകാനാണ് സാധ്യത. ഈ ലോക വിപണികളിൽ ശ്രീ മോഹൻ വർഗീസ്, ഒരു പക്ഷേ ട്രംപ് വിചാരിച്ചിടത്തേക്ക് ചൈന വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ വരുന്നില്ലെങ്കിലും വൈറ്റ് ഹൌസ് അവകാശപ്പെടുന്ന 70ഓളം രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അതായത് വന്ന് കാല് പിടിച്ചാൽ ഞാൻ ഇളവ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു മാടമ്പി സ്വഭാവം അതിൽ ട്രംപിനുണ്ട്. അത് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ കുറച്ചൊക്കെ ട്രംപ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തില്ലേ? അതെ, പേടിപ്പിക്കാവുന്ന രാജ്യങ്ങളെ മാത്രമേ പേടിപ്പിക്കാനാവൂ. തീർച്ചയായും ആ വാക്ക് നന്നായി ആസ്വദിച്ചു. മാടമ്പിത്തരം എന്ന വാക്കാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഒരു വലിയ മാടമ്പി സ്വഭാവം ട്രംപ് കാണിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളോട് ഒന്നായി ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെടാം. ഇതിന്റെ പേരാണ് ഡീൽ. അപ്പൊ ട്രംപിന്റെ ഒരു ചിന്ത ഒരു നല്ല ലീഡർ, ഒരു നല്ല ഡീലർ കൂടി ആയിരിക്കണം. ഇത് ടിപ്പിക്കൽ കോർപ്പറേറ്റ് ബിസിനസ് മെന്റാലിറ്റിയാണ്. ആ ബിസിനസ് മോഡൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ചെലവാകില്ല. ചൈനയോട് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്ന് നെഗോഷിയേറ്റ് ചെയ്യും എന്നാണ് ട്രംപ് വിചാരിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഭാരതത്തെ കയ്യിലെടുക്കാൻ കഴിഞ്ഞേക്കാം. കാരണം ഭാരതത്തിന് നേരെയുള്ള ടാരിഫ് താരതമ്യേന കുറവാണ്, 27%. ചൈനയ്ക്ക് 104 ഓർക്കണം, വിയറ്റ്നാമിന് 46% ഓർക്കണം. മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം വമ്പൻ ടാരിഫുകളാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കോമ്പറ്റീറ്റേഴ്സായ മറ്റ് രാജ്യങ്ങൾക്ക് ടാരിഫ് താരതമ്യേന കൂടുതലായതുകൊണ്ട് ഭാരതം ഇന്ത്യ ഈസ് വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്. അതായത് ഒരു പക്ഷേ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ഒരു സമഗ്ര ഉഭയകക്ഷി കരാർ, കോംപ്രഹെൻസീവ് ട്രേഡ് അഗ്രിമെന്റ് അമേരിക്കയുമായി ഏർപ്പെടാം. അപ്പോൾ ഏതാനും കൺസെഷൻസ് ലഭിക്കും. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഏറെ കയറ്റുമതി അമേരിക്കയിലേക്ക് ഉണ്ടാകും. അപ്പോൾ താൽക്കാലികമായുള്ള തിരിച്ചടിയെ മറികടക്കാനാവും എന്ന ശുഭാപ്തി വിശ്വാസം ഇന്ത്യയിലെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷെ അത് ട്രംപ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഉഭയകക്ഷി ചർച്ചകളിലും കടുംപിടുത്തം ട്രംപ് തുടരുകയാണെങ്കിൽ ഈ പറയുന്ന മെച്ചമൊന്നും ഉണ്ടാവില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ലോകം പതിക്കുന്നത് എങ്കിൽ അതിന്റെ അനുരണങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ മാത്രമല്ല, ചൈനയിൽ ജപ്പാനിലുമല്ല, ഇന്ത്യയിലും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു രജതരേഖ എന്ന് പറയുന്നത് 2008-09 സാമ്പത്തിക മാന്ദ്യത്തിൽ ഇന്ത്യൻ ഇക്കോണമി പിടിച്ചു നിന്നു. അത് മാത്രമല്ല, ഇന്ത്യ ഏറ്റവും അധികം വളർച്ചാ നിരക്ക് കൈവരിച്ചതും 8.7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതും 2008-09 വർഷമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ലോകം തകരുമ്പോൾ ഇന്ത്യയുടെ റെസിലിയൻസ് അല്ലെങ്കിൽ പ്രതിരോധ മനോഭാവം, പൊതുമേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു നിലനിൽപ്പ്, ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതിരോധ ശേഷി കൂടുതലാണ്. സാമ്പത്തികമായ തിരിച്ചടികളെ നേരിടാനുള്ള പ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് ലോക വ്യാപാര ക്രമം തന്നെ, ലോക സാമ്പത്തിക ക്രമം പുനഃക്രമീകരിക്കപ്പെടുമ്പോൾ ഭാരതത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ചിലരുടെയെങ്കിലും അഭിപ്രായം. അതുകൊണ്ട് രണ്ട് രീതിയിലും, കാരണം ആകെ തകരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളും, എന്നാൽ ഭാരതത്തിന് മാത്രമായി ചിലത് ഏറെ പ്രതീക്ഷിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. ഇത് എങ്ങനെയാണ് അടുത്ത 6 മാസത്തിലെ ഉഭയകക്ഷി ട്രേഡ് നെഗോസിയേഷൻ എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ഈ 50 രാജ്യങ്ങൾ മുതൽ 70 രാജ്യങ്ങൾ വരെ ഒന്നൊന്നായി അമേരിക്കയോട് സംസാരിക്കാൻ തയ്യാറായി എന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലെയിമാണ്, അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ ക്ലെയിമാണ്. ഈ ക്ലെയിം എത്രത്തോളം സ്ഥിരീകരിക്കാനാവുമെന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം മീനിങ്ഫുൾ ആയ ഡീലുകൾ ഉണ്ടാകും. ആദ്യം ഉണ്ടാകുന്ന ഏതാനും ഡീലുകളുടെ ചുവട് പിടിച്ചായിരിക്കും പിന്നീടുള്ള ഡീലുകൾ. അങ്ങനെ 193 രാജ്യങ്ങളുമായും ഒന്നൊന്നായി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഡീലുകളിൽ ഏർപ്പെടാം. അങ്ങനെ അമേരിക്കയിലേക്ക്
കൂടുതൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് ഒരു ബ്രേക്ക് ഈവൻ ലെവലായി മാറും. അങ്ങനെ 1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്ത് കളയാം. അതുപോലെ അമേരിക്കയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി ഒക്കെ മാറ്റിക്കളയാം എന്നാണ് ട്രംപ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതിന് എല്ലാ കാര്യങ്ങളും ഒത്തുവന്നെങ്കിൽ മാത്രമേ ട്രംപിന്റെ ആ പദ്ധതി നടക്കൂ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ പരസ്പരം സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിലും ചൈനയും ഇന്ത്യയും തമ്മിലും സഹകരിക്കാനുള്ള സാധ്യതയാണ് വഴി ഒരു തെളിയുന്നത്. പുതിയ ലോക വ്യാപാര ക്രമം ഉടലെടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു വ്യാപാര സൗഹൃദങ്ങൾ ഉടലെടുത്തേക്കാം. അങ്ങനെ പലതരം മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ വിധേയമായേക്കാം. എങ്ങനെയാണ് ഇത് ആഗോള വിപണികളെ ബാധിക്കുക? ഇപ്പോൾ അമേരിക്കയിലെ വിപണികളിലൊക്കെ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെ മറ്റ് ഇടങ്ങളെ ബാധിക്കും? ഇങ്ങനെ ഒരുപക്ഷെ ഇന്ന് 9:30 ഈ പകരം തീരുവ നിലവിൽ വന്ന ശേഷം ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കാൻ പോകുന്നത് ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങളിലേക്കാണ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്.